സമുദ്രത്തിൽ നിന്നും 2 കിലോമീറ്റർ താഴെ നിൽക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. പ്രാദേശിക തലത്തിലെ വൈവിധ്യത കൊണ്ടും കാർഷികപരമായ പ്രത്യേകതകൾ കൊണ്ടും കുട്ടനാടൻ മണ്ണ് വേറിട്ട് നിൽക്കും. വെള്ളവും വള്ളവും നെല്ലും മീനും കുട്ടനാടൻ സാമൂഹികതയുടെ അടയാളങ്ങളാണ്. കാലമാറ്റങ്ങൾക്കൊപ്പം കുട്ടനാടും മാറുകയായിരുന്നു. കുട്ടനാടൻ നെൽപ്പാടങ്ങളുടെ വിസ്തൃതി ഇന്ന് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. നിലനികത്തലിന്റെ ഭാഗമായി വന്ന ഈ ദുസ്ഥിതിയും കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന 5 നദികൾ കൊണ്ടുവരുന്ന മാലിന്യ കൂമ്പാരങ്ങളും അവ സൃഷ്ടിക്കുന്ന വെള്ളപ്പൊക്കവും കൃഷിനാശവുമൊക്കെ ഇന്ന് കുട്ടനാട്ടിൽ മറ്റൊരു ദുരിതക്കാഴ്ച തീർക്കും. 2018 മഹാപ്രളയം കുട്ടനാടിനെ ഒരു പുതുചിന്തയിലേക്ക് എത്തിച്ചു. സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കി പോരുന്ന ഒട്ടേറെ പദ്ധതികൾ കുട്ടനാടൻ സാമൂഹികതയിൽ മാറ്റത്തിന്റെ വെളിച്ചമുതിർക്കും. നെൽകൃഷി കഴിഞ്ഞാൽ കുട്ടനാടൻ മണ്ണിലെ മറ്റൊരു കാർഷിക മേഖലയാണ് ഉൾനാടൻ മത്സ്യകൃഷിയുടെ. 1000-ലേറെ കർഷകർ ഇന്ന് ഈ രംഗത്ത് കുട്ടനാടിൽ വ്യാപൃതരാണ്. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ഇതിനകം പ്രാവർത്തികമാക്കി കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ 18ഓളം പദ്ധതികളാണ് നടപ്പാക്കിയത്. ഇതിൽ പ്രധാനമായ 8 പദ്ധതികൾ കുട്ടനാട്ടിലാണ്. ഉൾനാടൻ മത്സ്യകൃഷിക്ക് മാക്സിമം പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പല സ്കീമുകളും ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 18 സ്കീമുകളോളം ഉൾനാടൻ മേഖലയിലായി നമ്മളിപ്പോൾ വിവിധ സ്കീമുകളിൽ നടത്തി വരുന്നുണ്ട്. അതിൽ കുട്ടനാടൻ മേഖലയിൽ ഒരു 8 സ്കീമുകളോളം നമ്മൾ കുട്ടനാടൻ മേഖലയിൽ തന്നെ ഇപ്പം നടത്തി കഴിഞ്ഞു. ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ടും ഈ 18 പ്രോജക്റ്റുകളാണ് നമ്മൾ ഇപ്പം നടത്തുന്നത്. അതുപോലെ തന്നെ കുട്ടനാട് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നെല്ലും ഒരു മീനും എന്ന പദ്ധതിയിലേക്കാണ്. അതായത് ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണ് കുട്ടനാട് ഏരിയ. അതായത് 20,000 ഹെക്ടറിൽ പരം ഏരിയ നമുക്ക് ഈ ഒരു മത്സ്യകൃഷിയിലേക്ക് എടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് നമ്മുടെ സർവേയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ ജില്ലയിൽ 19-20 വർഷത്തിൽ ജില്ലയിൽ 1707.5 ഹെക്ടറോളം പാടശേഖരങ്ങൾ കുട്ടനാടൻ ഏരിയയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തു വിളവെടുപ്പിൻ്റെ പക്കത്ത് നിൽക്കുകയാണ്. അപ്പം അതിനുശേഷം മിനിസ്റ്ററുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൂടുതലായിട്ട് ഒരു 5000 ഹെക്ടർ കൂടി അഡീഷണൽ ആയിട്ട് ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. തികച്ചും പരിസ്ഥിതി സൗഹൃദ രീതി അവലംബിച്ചു പോരുന്ന ഈ പദ്ധതി പ്രവർത്തനങ്ങൾ 2560 ഹെക്ടർ വരുന്ന പാടശേഖരങ്ങൾ ലക്ഷ്യമിടുന്നു. നെല്ലും മീനും ചേർന്ന ഈ കാർഷിക പദ്ധതി എണ്ണമറ്റ കുട്ടനാടൻ കർഷകരുടെ കാർഷിക വിജയ പരീക്ഷകൾ ഒന്നായി മാറും. അതാത് പ്രദേശങ്ങളിൽ വാർഡ് തലത്തിലെ കുളങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയും നിലവിൽ ഏതൊക്കെ സ്കീമിലേക്ക് ആ കുളങ്ങളുടെ അവസ്ഥ മാനിച്ചുകൊണ്ട് അവിടെ ഏതൊക്കെ തരത്തിലുള്ള കൃഷി രീതികൾ മത്സ്യങ്ങളെ കൊണ്ടുവന്ന് ഇടാൻ പറ്റുമെന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലേക്ക് അവരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരു 10 സെൻറ്റിന് മുകളിലോട്ടുള്ള കുളങ്ങളെല്ലാം തന്നെ കണ്ടെത്തി പരമാവധി അവരെ പ്രൊമോട്ട് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരെ ബന്ധപ്പെടുത്തി അവരെ സഹായിച്ചുകൊണ്ട് കൃഷി രീതികളിൽ അവരോടൊപ്പം തന്നെ മുന്നോട്ട് പോവുകയും അത് എല്ലാ തരത്തിലും അവർക്ക് നല്ല രീതിയിൽ പോകാനുള്ള ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ കൂടെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ. പതിറ്റാണ്ടായി ഉൾനാടൻ മത്സ്യപരിപാലന മേഖലയിൽ ബദ്ധശ്രദ്ധനാണ് പ്രമുഖ ദന്ത ചികിത്സകനും ഓർത്തഡോണ്ടിസ്റ്റുമായ ഡോക്ടർ PS സദാനന്ദൻ. കുട്ടനാട്ടിലെ മുട്ടാറിൽ 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് 4 മീൻകുളങ്ങളാണ് ഡോക്ടർ PS സദാനന്ദനുള്ളത്. ഉൾനാടൻ ഭക്ഷ്യമത്സ്യങ്ങളായ കരിമീൻ, വാള, കാരി, വരാൽ, ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങളാണ് കുളത്തിലേറെ. മീൻകുളത്തിന്റെ കരകളിലായി വിവിധ പച്ചക്കറി ഇനങ്ങളും ഡോക്ടർ സദാനന്ദൻ കൃഷി ചെയ്തു പോരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹകരണവും ഈ ഉദ്യമത്തിനുണ്ട്. ആരോഗ്യ ശുശ്രൂഷ രംഗത്തെ ഇടവേളകളിൽ കാർഷിക അധ്വാനവുമായി ഡോക്ടർ PS സദാനന്ദൻ തന്റെ കൃഷിയിടത്തിലുണ്ട്. 1.5 ഏക്കർ സ്ഥലമോളം ഉണ്ട്. അവിടെ 3 കുളങ്ങളായിട്ടുണ്ട്. കുളത്തിൻ്റെ സൈഡിലെ പച്ചക്കറികളാണ്
വഴുതന, വെണ്ട, പച്ചമുളക്, പയർ, അതുപോലുള്ള വാഴ, ഈ മാതിരി കൃഷികളുമുണ്ട്. കുളങ്ങളിൽ ഒന്നിൽ കരിമീനായിട്ട് പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിക്കാറുണ്ട്. കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് അതിന് തീറ്റി, പ്രത്യേക പ്രോട്ടീനൊക്കെ കലർന്ന തീറ്റികൾ കൊടുക്കാറുണ്ട്. പിന്നെ ഗോതമ്പ് അതുപോലുള്ള തീറ്റികൾ കൊടുക്കും. അത് നോക്കാൻ 1-2 പേർ ഉണ്ട്. ഞാനില്ലാത്ത സമയങ്ങളിൽ അവർ ചെയ്തോളും. പിന്നെ മോട്ടർ, വെള്ളം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് വെള്ളം നനയ്ക്കാനുള്ള മോട്ടോർ സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ആഴ്ചതോറും വരത്തേ ഉള്ളൂ, എങ്കിലും അത് മാനേജ് ചെയ്യാൻ വേറെ ആളുകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷവും മത്തനൊക്കെ വളരെയധികം ഉണ്ടായി. ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വിൽക്കാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ വ്യായാമം അവരവരുടെ വീടുകളിൽ തന്നെ എന്തെങ്കിലും അവരവർ കഴിയുന്ന രീതിയിൽ ചെയ്താൽ, വ്യായാമത്തിന് വെറുതെ കാശ് മുടക്കി വ്യായാമം ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിയർപ്പ് നമ്മൾ തൂമ്പായെടുത്ത് മണ്ണിൽ കിളച്ചാൽ അത് ആരോഗ്യത്തിനും ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾക്ക് എന്ത് സാധനം വാങ്ങിച്ചാലും ആളുകൾക്ക് ഇത് പരിശുദ്ധമാണോ അല്ലെങ്കിൽ മായം ചേർന്നതാണോ എന്നുള്ളൊരു ടെൻഷനാണുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് മായം ചേരാത്ത പച്ചക്കറികളും മത്സ്യവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് വലിയൊരു മാനസിക സംതൃപ്തിയും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താറാവ് കൃഷിയാണ് കുട്ടനാട്ടിലെ മറ്റൊരു ശ്രദ്ധേയ കാർഷിക മേഖല. ചാര, ചെമ്പല്ലി എന്നീ ഇനങ്ങളടങ്ങിയ കുട്ടനാടൻ താറാവുകൾ മുട്ടയുടെ കാര്യത്തിലും ഇറച്ചിയുടെ കാര്യത്തിലും പോഷക ഗുണം ഏറെയുള്ളവ തന്നെ. കുട്ടനാട്ടിലെ വീയപുരം, മുട്ടാർ എന്നീ ഗ്രാമീണ മേഖലകളിലാണ് താറാവ് കൃഷി ഏറെയുള്ളത്. ഇതിൽ മുട്ടാറിലെ താറാവുകൾ മുട്ടാർ ബ്രാൻഡ് എന്ന നിലയിൽ പ്രസിദ്ധവുമാണ്. മുട്ടാർ താറാവുകളുടെ പോഷക മൂല്യം തന്നെയാണ് ഇതിന് പിന്നിൽ. മുട്ടാർ താറാവ് നമ്മുടെ ഭയങ്കര ബ്രാൻഡഡ് ഇതാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല താറാവ് ഇവിടെയാണല്ലോ. അപ്പം അത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് താറാവ് കർഷകർ. പ്രകൃതിയോട് മല്ലിട്ട് ഒരു താറാവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ താറാവ് മേഖലയിൽ വരികയും വൈറസ് അടക്കമുള്ള H1N1 അടക്കമുള്ള വൈറസ് രോഗങ്ങൾ വരികയും ലക്ഷക്കണക്കിന് താറാവുകളാണ് നശിച്ചു പോകുന്നത്. വെള്ളപ്പൊക്കത്തിനൊഴുകി പോയത് നിരവധി, വൈറസ് വന്നു പോയത് നിരവധി. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താറാവ് ഉൽപ്പാദിപ്പിക്കുന്ന, താറാവിനെ വളർത്തുന്ന മേഖലയാണ് ഇവിടെ മുട്ടാറും വീയപുരവും. ഈ 2 മേഖലയിലാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ലക്ഷക്കണക്കിന് താറാവുകളാണ് നഷ്ടപ്പെട്ടത്. ഒരുപാട് പേർക്ക് ഒരുപാട് കോടികളുടെ നഷ്ടമാണ് വന്നത്. അപ്പോൾ ഇതിനോടെല്ലാം മല്ലടിച്ച് ആണ് ഇവിടുത്തെ താറാവ് കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാന ഡിമാൻഡ് താറാവ് കൃഷിക്കാരെ കർഷകരായി അംഗീകരിക്കുക, രണ്ടാമത് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക, മൂന്നാമത് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ആൻറ്റിബയോട്ടിക്സുകൾ വിതരണം ചെയ്യുക. അവരെ പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കൊയ്ത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാർ ഉടനെ തന്നെ കച്ചി കത്തിക്കുന്നതിന് ഒരുപാട് ഒന്ന് പ്രകൃതിക്ക് വിഷയം, രണ്ടാമത്തേത് ഇത് കത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അളിഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസ് വളത്തിൻ്റെ ആവശ്യമില്ല, അടുത്ത കൃഷിക്ക് ആവശ്യമില്ല. ഈ താറാവ് കൃഷിക്കാർക്ക് ഒരു 15 ദിവസം തീറ്റി അവിടെ കിട്ടും. കത്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനം കൃഷിക്കാർക്ക് അഡ്വേഴ്സ് എഫക്റ്റാണ്. താറാവ് കൃഷിക്കാരെ സാരമായി ബാധിക്കുന്ന സംഗതിയാണിത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കാലാവസ്ഥാ ഭേദങ്ങളിലെത്തുന്ന പകർച്ചവ്യാധികൾ മൂലമുള്ള താറാവുകളുടെ നാശം, താറാവ് ഉത്പാദന രംഗത്തെ അപര്യാപ്തത തുടങ്ങിയ കാര്യങ്ങൾ കുട്ടനാട്ടിലെ താറാവ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ചിലതാണ്. ഏറ്റവും നല്ല താറാവ് എന്ന് പറയുന്നത് ഈ കുട്ടനാടൻ താറാവ്, ഈ ചാരചെമ്പല്ലി ആ ഇനമാണ്. പക്ഷേ ഈ നിരണത്തൊന്നും അത്രമേയും വലിയ രീതിയിൽ ഉള്ള സംവിധാനം ഇല്ല. ഇത് അവിടെ പിന്നെ ഇൻക്യുബേറ്റർ ഒന്നും സംവിധാനമില്ല. 1000-1500 കുഞ്ഞ് കൂടുതലൊന്നും ഒരു മാസം അവിടെ ഇറങ്ങത്തില്ല. അത്
ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പണ്ടേ പെടുത്തിയതാണ്. അതൊക്കെ ഒന്ന് വിപുലപ്പെടുത്തുകയാണെങ്കിൽ ഈ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഒന്നുകൂടി പ്രയോജനകരമായിരിക്കും. കുട്ടനാട്ടിലെ മങ്കൊമ്പ് പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മദേശം കൂടിയാണ്. കുട്ടനാടിനെ ഏറ്റവും അടുത്തറിഞ്ഞ ആ കാർഷിക ശാസ്ത്ര വൈഭവമാകണം കുട്ടനാടൻ കൃഷിമേഖലയുടെ സംരക്ഷണത്തിനായി കുട്ടനാടൻ പാക്കേജ് അദ്ദേഹം തയ്യാറാക്കി. മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഠത്തിലാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന രാജ്യം കണ്ട കാർഷിക പുണ്യത്തിന്റെ പിറവി. കുട്ടനാടൻ വാസ്തു സൗന്ദര്യത്തിന്റെ തികവും മികവും അണിഞ്ഞ ഭവനം. പൊന്നാര്യൻ ചെമ്പാവിന്റെ പൈതൃക ഗന്ധം. ശാസ്ത്രീയതയും പാരമ്പര്യവും കലർന്ന കാർഷിക പഠന പ്രക്രിയയിലൂടെ കുട്ടനാടിനെ അതിന്റെ തനത് സമൃദ്ധിയിലേക്കും സുരക്ഷയിലേക്കും നയിക്കാനൊരുങ്ങുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന കുട്ടനാടിന്റെ സ്വന്തം കാർഷിക ഭീഷ്മാചാര്യന്റെ വഴികൾക്കായി കാത്തുകിടക്കുകയാണ് ഈ മണ്ണ്. തിരുവിതാംകൂർ രാജവാഴ്ചയിൽ കുട്ടനാട്ടിലേക്കെത്തിയ കാർഷിക പ്രഭുക്കളുടെ പ്രധാന വാസസ്ഥലമായിരുന്നു മങ്കൊമ്പ്. ഭൂവുടമകളുടെ വാസ്തുശില്പ ഭംഗിയെഴുന്ന ഗ്രഹങ്ങളിലേറെയും ഇന്ന് അനാഥം. കളപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞ നെൽക്കൂമ്പാരങ്ങൾ ഇന്ന് മങ്കൊമ്പിന് വെറുമൊരു ഓർമ്മ മാത്രം. കുട്ടനാടിൻ്റെ ഒരു തനതായ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടാണ് മങ്കൊമ്പ്. കുട്ടനാടിൻ്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് മങ്കൊമ്പിനെ വിശേഷിപ്പിക്കാം. വളരെ നാളുകൾക്ക് മുൻപ് കുട്ടനാട്ടിൽ ചന്തകളും കാർഷിക പാരമ്പര്യമൊക്കെ വിളിച്ചോതിക്കൊണ്ട് നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ വിളകളും ഇവിടുത്തെ ചന്തയിലാണ് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. കാർഷിക രംഗത്ത് കുട്ടനാട് വളരെയധികം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ധാരാളം ഈ കുട്ടനാട്ടിലെ മങ്കൊമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ തമിഴ് ബ്രാഹ്മിൺസ് ധാരാളമായി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ശരിക്കും ഈ റോഡിൻ്റെ മങ്കൊമ്പ് ക്ഷേത്രം അതിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള 4 കെട്ടുകളും 8 കെട്ടുകളും 12 കെട്ടുകളും വരെ ഇവിടെ നിലനിന്നു പോന്നിരുന്നു. പക്ഷേ അതിനെയൊന്ന് സംരക്ഷിക്കാനോ നിലനിർത്തി പോരാനോ ഉള്ള ഒരു സാമ്പത്തികമായ അവസ്ഥ ഇല്ലാത്തതിനാലാണോ അതോ ഇതിനെയൊന്നും സംരക്ഷിച്ച് ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല, അല്ലെങ്കിൽ വരുന്ന ഒരു തലമുറയ്ക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് കരുതിയിട്ടാണോ അവരൊക്കെ കൂട്ടത്തോടു കൂടി തന്നെ ഇവിടെ നിന്നും യാത്രയാകുകയും അവരുടെ സ്വത്തുകളും ഈ വീടുകളും ഇപ്പം നമുക്കിത് കാണാം. ഇവിടെ കാണുന്ന ഈ 4 കെട്ട് ഇങ്ങനെ അന്യം നിന്ന് പോയൊരവസ്ഥയിലാണ്. എല്ലാം നശിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. 2018 മഹാപ്രളയം കുട്ടനാട്ടുകാർക്ക് നൽകിയത് ചരിത്രപരമായ പുതിയൊരു ഉദ്ബോധനമാണ്. ജൈവ വൈവിധ്യങ്ങളുടെ സുരക്ഷ, കുട്ടനാടൻ മണ്ണിന്റെ സ്വത്വം തിരിച്ചറിയൽ, തനതായ ജീവിതശൈലി. സർക്കാർ സംവിധാനങ്ങളുടെ സഹായങ്ങളിലൂടെ കുട്ടനാട്ടുകാർ അത് പ്രാവർത്തികമാക്കിയും പോരുന്നു. കൃഷിയും ആരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പല ആൾക്കാരും അസുഖങ്ങൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അവരെല്ലാവരും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അഥവാ പുറത്തെ വിഷാംശം കലർന്ന വളങ്ങളിട്ട പച്ചക്കറികളും മറ്റും കഴിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ മൂലമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാം വീട്ടിൽ അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും. പല പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കുട്ടനാടൻ മണ്ണിനെ തിരിച്ചറിയാതെ നടത്തിപ്പോരുന്ന അശാസ്ത്രീയമായ നിർമ്മിതികൾ, തന്മൂലമുള്ള ജലനിർഗമന തടസ്സങ്ങൾ, നദികളിലെ മാലിന്യ കൂമ്പാരങ്ങൾ, പുഴകളിലും തോടുകളിലും കായലുകളിലും അടിഞ്ഞുകിടക്കുന്ന ചെളിക്കെട്ടുകൾ തുടങ്ങിയവ ഇന്നും കുട്ടനാട് നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെ. പ്രളയകാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് അറബിക്കടൽ സ്വതവേ തന്നെ പ്രക്ഷുബ്ധമാണ്. പ്രക്ഷുബ്ധമായ തിരകളിൽ
പ്രത്യേകിച്ചും വേലിയേറ്റം അല്ലെങ്കിൽ പോലും അടിച്ചു വരുന്ന തിരകളിൽ പ്രതിരോധിക്കുന്നത് കൊണ്ട് തന്നെ വേണ്ടത്ര തോതിൽ വെള്ളം അറബിക്കടലിലോട്ട് ഒഴുകിപ്പോകുന്നില്ല എന്നാണ് വസ്തുത. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം നദികൾ എത്തുന്ന സ്ഥലത്ത് നിന്ന് വേമ്പനാട്ട് കായലിലോ തോട്ടപ്പള്ളി സ്പില്ലിലോ എത്തിച്ചേരുന്നതിന് വേണ്ടി അനേകം പാടശേഖരങ്ങളിടയിലുള്ള ചെറുതും വലുതുമായ കൈത്തോടുകളിലൂടെയാണ് ഇവിടെ എത്തേണ്ടത്. അതാണ്ട് 1000 കിലോമീറ്റർ നീളത്തിൽ വരുന്ന ചെറു കനാലുകളുണ്ട്. ഓരോ വർഷവും കനാലുകളിൽ നദികൾ കൊണ്ടെത്തിക്കുന്ന എക്കൽ നിക്ഷേപിച്ച് ഉണ്ടാകുന്ന ആഴക്കുറവ് ഏതാണ്ട് 5-1 ചുരുങ്ങിയെന്നാണ്. അതും വെള്ളം പുറത്തെത്തിക്കുന്നതിന് വിഘാതമായി മാറുന്നു നമുക്കറിയാം. തോട്ടപ്പള്ളി സ്പിൽവേ എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഒരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ബജറ്റിൽ ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സോളാർ എനർജി യാതൊരു റിസ്ക്കും ഇല്ലാതെ യാതൊരു അപകടവും ഇല്ലാതെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ, അതായത് നമ്മുടെ ആർ ബ്ലോക്ക് മുതലായവ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ ഭൂപ്രദേശത്തെ യാതൊരു തടസ്സവും ഇല്ലാതെ സൂര്യപ്രകാശം കിട്ടുന്ന ഈ ഭൂപ്രദേശം മുഴുവൻ സ്ഥിരമായിട്ട് സോളാർ പാനൽ സംവിധാനം ഏർപ്പെടുത്തിയാൽ കേരളത്തിന് ഉപയോഗിക്കേണ്ട കറണ്ടും അതിനപ്പുറവും കിട്ടി ഇന്ത്യക്ക് ആവശ്യമായ കറണ്ട് വരെ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ആ സോളാർ പാനൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന തലത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കൃഷി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിൽ വ്യാപിച്ച് കിടക്കുന്ന ചെറിയ പറമ്പുകൾ, തോടുകൾ, കുളങ്ങളൊക്കെ ഉണ്ട്. ഈ തോടുകളും കുളങ്ങളും ഒക്കെ ശുദ്ധീകരിച്ച് അവിടെ നല്ല ശുദ്ധജല മത്സ്യങ്ങൾ വളർത്താം. അതിന് 2 ഗുണങ്ങളാണ്. മത്സ്യവും കിട്ടും, ആ ജലപ്രദേശം ഇപ്പോൾ എത്രയോ തോടുകളും കുളങ്ങളുമൊക്കെ വേസ്റ്റ് നിറച്ച് ജലസംഭരണികൾ നശിച്ച് അത് യാതൊരു ജലപ്രവാഹവും ഇല്ലാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് അവിടെയൊക്കെ മീൻ വളർത്തണം. അതുപോലെ കായൽ മേഖലകളിലും നല്ല സാധ്യതയുണ്ട് ചെമ്മീനെ അതുപോലെയുള്ള വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ വളർത്താൻ. ഇത് വളരെ സംയോജിതമായിട്ട് ചിന്തിച്ച് ശാസ്ത്രീയമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. നാട്ടിൻപുറത്തെ ആളുകൾക്ക് ഇതല്ലാതെ തന്നെ ചെറിയ മീൻകുളങ്ങൾ ഉണ്ടാക്കാം, ചെറിയ രീതിയിൽ കൃഷികൾ നടത്താം. ഈ കൃഷി സംയോജിതമായാലും ഏകീകൃതമായാലും അതിനൊരു മനസ്സ് വേണം. ഒരു കാർഷിക മനസ്സുണ്ടായെങ്കിൽ, എല്ലാവർക്കും ഒരു കാർഷിക മനസ്സുണ്ടായെങ്കിൽ എല്ലാ കൃഷിയും ലാഭകരമാക്കാം. നദികളിലൂടെ ഒഴുകുന്ന ജലനിർവ്വാഹം കടലിലെത്താനുള്ള വഴിയൊരുക്കൽ, പരിസ്ഥിതി സൗഹൃദമാർന്ന ജീവിത ചംക്രമണം, ഇതൊക്കെ സാധ്യമാകേണ്ടതുണ്ട്. ആ സാധ്യതയിൽ കുട്ടനാടൻ നീർക്കിൽ പടരട്ടെ, കുട്ടനാടൻ കാറ്റിൽ കൈതപ്പു ഗന്ധം കലരട്ടെ, കുട്ടനാടൻ മീനുകൾ മൂകം നീന്തട്ടെ, കുട്ടനാടൻ പക്ഷികൾ കലപില കൂട്ടട്ടെ, കുട്ടനാട് ചുട്ട നാടാകാതിരിക്കട്ടെ. കൃഷിദർശൻ പരിപാടികളും കാർഷികകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm. കൃഷിദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 2731 ഇമെയിൽ ddkrishitvm@gmail.com. स्वदेशी उत्पादन 70 लाख टन बनाने के लिए 6 उर्वरक संयंत्रों का उद्घाटन किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सिर्फ क्योंकि इस होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी
10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് 2000 രൂപ വീതം റോയൽറ്റി. വിളകൾക്ക് സർക്കാർ സബ്സിഡി വർദ്ധിപ്പിച്ചു. കോവിഡ്-19 പ്രതിരോധവും കരുതലും കൃഷിയിലൂടെ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് 2000 രൂപ നിരക്കിൽ ഈ വർഷം മുതൽ റോയൽറ്റി നൽകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. റോയൽറ്റി നൽകുന്നതിനായി 40 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2 ലക്ഷം ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമകൾക്കായിരിക്കും ആദ്യ വർഷം റോയൽറ്റി നൽകുക. വിള വികസന പദ്ധതി പ്രകാരം വിവിധ വിളകൾക്ക് കൃഷി വകുപ്പ് നൽകുന്ന സബ്സിഡി വർദ്ധിപ്പിച്ചു. തരിശുനില നെൽകൃഷിക്ക് 40,000 രൂപയാണ് പരമാവധി സബ്സിഡി. 5,000 രൂപ ഉടമയ്ക്കും 35,000 രൂപ കർഷകനും ലഭിക്കും. പുതുക്കിയ വിള സബ്സിഡി നിരക്കുകൾ ഇപ്രകാരമാണ്. പുതുക്കിയ വിള സബ്സിഡി കൃഷി നെല്ല് ഒരുപ്പൂ കൃഷിക്ക് ചെലവ് ഹെക്ടറിന് 1,49,450 രൂപ. പുതുക്കിയ സബ്സിഡി 22,000 രൂപ. പച്ചക്കറി പന്തൽ ഉൾപ്പെടെ 1,90,250 രൂപ. നിലവിലെ സബ്സിഡി 15,000 രൂപയും പുതുക്കിയ സബ്സിഡി 25,000 രൂപയും ആണ്. പച്ചക്കറി പന്തലില്ലാതെ 1,60,750 രൂപ. നിലവിലെ സബ്സിഡി 15,000 രൂപയും പുതുക്കിയ സബ്സിഡി 20,000 രൂപയും ലഭിക്കും. ശീതകാല പച്ചക്കറികൾ നിലവിലെ സബ്സിഡി 22,500 രൂപയും പുതുക്കിയ സബ്സിഡി 30,000 രൂപയും ലഭിക്കും. പച്ചക്കറി തരിശുനില കൃഷി ചെലവ് ഹെക്ടറിന് 2,10,000 രൂപ. നിലവിലെ സബ്സിഡി 25,000 രൂപയും പുതുക്കിയ സബ്സിഡി 40,000 രൂപയും ആണ്. പയർവർഗ്ഗങ്ങൾ ചെലവ് ഹെക്ടറിന് 50,000 രൂപ. നിലവിലെ സബ്സിഡി 10,000 രൂപയും പുതുക്കിയ സബ്സിഡി 20,000 രൂപയും ലഭിക്കും. പയർവർഗ്ഗങ്ങൾ തരിശുനില കൃഷി 60,000 രൂപയാണ് ചെലവ്. നിലവിൽ 25,000 രൂപയും പുതുക്കിയ സബ്സിഡിയായി 30,000 രൂപയും ലഭിക്കും. മരച്ചീനി കിഴങ്ങുവർഗ വിളകൾ 1,98,750 രൂപയാണ് ഹെക്ടറിന് ചെലവ്. നിലവിലെ സബ്സിഡിയായി 15,000 രൂപയും പുതുക്കിയ സബ്സിഡിയായി 20,000 രൂപയും കർഷകർക്ക് ലഭിക്കും. കിഴങ്ങുവർഗ വിളകൾ തരിശുനില കൃഷി ചെലവ് ഹെക്ടറിന് 2,10,000 രൂപയാണ്. നിലവിലെ സബ്സിഡി 25,000 രൂപയാണ്. അത് പുതുക്കിയ സബ്സിഡിയായി 30,000 രൂപ ലഭിക്കും. വാഴ 2,72,750 രൂപ ചെലവ് ഹെക്ടറിന്. നിലവിലെ സബ്സിഡി 26,250 രൂപയാണ്. പുതുക്കിയ സബ്സിഡി 30,000 രൂപയാണ്. വാഴ തരിശുനില കൃഷി 2,90,000 രൂപയാണ് ഹെക്ടറിന് ചെലവ്. നിലവിലെ സബ്സിഡി 30,000 രൂപയും പുതുക്കിയ സബ്സിഡി 35,000 രൂപയുമാണ്. ചെറുധാന്യങ്ങൾ 1,53,750 രൂപയാണ് ഹെക്ടറിന് ചെലവ്. നിലവിലെ സബ്സിഡി 10,000 രൂപയാണ്. പുതുക്കിയ നിരക്കിൽ ഇത് 20,000 രൂപ ലഭിക്കും. ചെറുധാന്യങ്ങൾ തരിശുനിലങ്ങളിൽ നിലവിലെ സബ്സിഡി 15,000 രൂപയാണ്. പുതുക്കിയത് 30,000 രൂപയാണ്. നിലക്കടല 50,000 രൂപ ഹെക്ടറിന് ചെലവ്. നിലവിലെ സബ്സിഡി 15,000 രൂപയും പുതുക്കിയ സബ്സിഡി 20,000 രൂപയുമാണ്. എള്ള് 40,000 രൂപയാണ് ഹെക്ടറിന് ചെലവ്. നിലവിലെ സബ്സിഡി 5,000 രൂപയും പുതുക്കിയ സബ്സിഡി 10,000 രൂപയും ആണ്. തേനിന് 2,400 രൂപ സബ്സിഡി കോളനിയോടെയുള്ള 5 പെട്ടികൾക്ക് 3,500 രൂപയായി ഉയർത്തി. കൂണിന് 11,250 രൂപ എന്ന സബ്സിഡി 20,000 രൂപയായി ഉയർത്തി. കോവിഡ്-19 എന്ന മഹാദുരന്തം നാടിനെ ഭീതിയിലാഴ്ത്തിയപ്പോൾ അതിനെതിരെയുള്ള ഒരു കാർഷിക കരുതൽ കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വാലൻവിളയിലുള്ള മുൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായ രത്നരാജുവും കുടുംബവും. ഒരു റിപ്പോർട്ട്.
ലോക്ക്ഡൌൺ കാലത്ത് കാർഷിക സുരക്ഷ എന്ന ആശയവുമായി രത്നരാജ് മുന്നിട്ടിറങ്ങിയപ്പോൾ സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ഭാര്യ പുഷ്പവല്ലിയും ബിരുദാനന്തര ബിരുദധാരികളായ മകനും മകളും ഒട്ടും മടിക്കാതെ കൂട്ടുചേർന്നതോടെ വീടും തൊടിയും കാർഷിക കലവറയായി മാറി. ഉൽപാദനശേഷിയാർന്ന മംഗള കവുങ്ങിന്റെ വിത്ത് പാകി മുളപ്പിച്ച് ഒരു വലിയ കവുങ്ങിൻ ശേഖരം തന്നെ സ്വായത്തമാക്കി. നാടൻ മുട്ടക്കോഴികളെ അടയിരുത്തി താറാവിന്റെ മുട്ട വിരിയിച്ച് താറാക്കൂട്ടത്തെ പുറത്തിറക്കാൻ കഴിഞ്ഞതിലും രത്നരാജിന് തികഞ്ഞ ലോക്ക്ഡൌൺ സംതൃപ്തി. പച്ചക്കറി ഇനങ്ങളുടെ സംരക്ഷണ ചുമതല പുഷ്പവല്ലിക്കായിരുന്നു. വീട്ടുമുറ്റത്തും പിന്നാമ്പുറത്തും ടെറസിലുമായി നിത്യവഴുതന, കോവൽ, ഇഞ്ചി, മധുരച്ചീര, പാൽച്ചെമ്പ്, വെണ്ട, മുളക്, ആപ്പിൾ കത്തിരി തുടങ്ങിയവയൊക്കെ ജൈവപുഷ്ടിയിൽ നല്ല വിളവേകി. ഈ കൊറോണയുടെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് പച്ചക്കറി വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നു. അതിന് ഞങ്ങളുടെ മനസ്സൊക്കെ ഒരുക്കി ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരുമായിട്ട്. എൻ്റെ ഭാര്യയാണെങ്കിൽ ഗവൺമെൻറ് പ്രസ്സിൽ ജോലിയായിരുന്നു, റിട്ടയറായി. അപ്പോൾ അവർ വന്നതിന് ഇപ്പോൾ വീട്ടിലാണ്. പിന്നെ മക്കളിപ്പോൾ വീട്ടിലുണ്ട്. മകൾ MA കഴിഞ്ഞു, മകൻ BSc കഴിഞ്ഞു. അവരെല്ലാവരും ഞങ്ങളുമായിട്ട് വിവിധ തരത്തിലുള്ള പച്ചക്കറി ഞങ്ങളുടെ ഉള്ള പുരയിടത്തിൽ വീട്ടിൻ്റെ മുകളിലും ഉള്ള സ്ഥലത്തുമായിട്ടൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ നേരത്തെ ഈ കൃഷിയെക്കുറിച്ചുള്ള ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സമയം പോകാൻ വേണ്ടി അങ്ങനെ ചെയ്ത് ഇപ്പോൾ അവർക്കും പ്രത്യേകമായ ഒരു താല്പര്യം ഈ പച്ചക്കറി കൃഷിയോട് പച്ചക്കറി കൃഷി മാത്രമല്ല, പൂക്കൃഷി ഇവയോടൊക്കെ പ്രത്യേകമായ ഒരു താല്പര്യവും ഒരു മമതയും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അനുഭവപ്പെടുന്നത് മാനസികമായിട്ടൊക്കെ ഒരു പ്രത്യേക അനുഭവം, ഒരു സന്തോഷം ഈ കാലയളവിൽ നമുക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി. നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടാവശ്യത്തിന് ഈ വളരെ അപൂർവമായ ചില ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി തന്നെ ഞങ്ങൾ നിത്യവും ഉപയോഗിക്കുന്നതാണ്. ഓർക്കിഡ് അടക്കമുള്ള ഉദ്യാന കൃഷിയുടെ പരിപാലനമായിരുന്നു മകളുടേത്. അലങ്കാര മത്സ്യത്തിൽപ്പെടുന്ന ഗപ്പി മീനുകളുടെ വളർത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു മകൻ. കോവിഡ് കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം വീട്ടുവളപ്പിൽ ഉൽപ്പാദിപ്പിച്ച വിളവർഗ്ഗങ്ങൾ കൊത്തിയെരിഞ്ഞ് സംശുദ്ധമായ ഭക്ഷ്യവിഭവങ്ങളാക്കി മാറ്റുമ്പോൾ നെല്ലിമൂട്ടിലെ ഈ കുടുംബത്തിന് അനുഭവവേദ്യമാകുന്ന കാർഷിക രുചി കേവലം ഒരു കൗതുകമല്ല, നമുക്കിടയിലേക്ക് പടരുന്ന ഒരു സന്ദേശം കൂടിയാണ്. കശുമാങ്ങയിൽ നിന്ന് 16 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുത്ത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂരിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിന് മൂല്യവർദ്ധിത ഉൽപ്പാദനത്തിൽ വൻ വർധനവ്. കശുമാങ്ങ സിറപ്പ്, ജാം, ചോക്ലേറ്റ്, മിഠായി, സ്ക്വാഷ്, വൈൻ, അച്ചാർ, ഹൽവ, വിനാഗിരി, ബിസ്ക്കറ്റ്, പുളിശ്ശേരി, RTS പാനീയം, ചട്ടിണി, മസാലക്കറി, സോഡ തുടങ്ങിയ ഉൽപ്പന്ന നിർമ്മാണത്തിൽ സംരംഭകർക്ക് ഇവിടെ നിന്ന് പരിശീലനവും ലഭിക്കും. കർഷകരെ സംരംഭകരാക്കാനുള്ള ഫാം പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ FPO നയത്തിന് സംസ്ഥാനം രൂപം നൽകി. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനയ്ക്കും വിപണനത്തിനും സാങ്കേതിക സാമ്പത്തിക സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം. FPO കൂട്ടായ്മകൾക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ രൂപിക്കാനും സൌകര്യമുണ്ടാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, സംഭരണം, വിപണനം എന്നിവയിൽ ഏകീകൃത രൂപവും ഉണ്ടാകും. കൃഷി വകുപ്പിന്റെ കീഴിൽ ഇതിനായി പ്രത്യേക നോഡൽ ഏജൻസി രൂപീകരിക്കും. ആനുകൂല്യങ്ങളും സഹായവും ലഭിക്കാൻ FPOകൾ കൃഷി വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണം. ബാങ്ക് വായ്പ വഴി പ്രവർത്തന മൂലധനം സ്വരൂപിക്കാൻ കൃഷി വകുപ്പ് സഹായിക്കും. വിവിധ പദ്ധതികളിലൂടെ നടപ്പ് ചെലവിൽ 3% സബ്സിഡി അനുവദിക്കും. വിപണന സംവിധാനമുണ്ടാക്കാൻ 2 ലക്ഷം രൂപ വരെ ധനസഹായം നൽകും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ മേളകൾ സംഘടിപ്പിക്കാനും ദേശീയ മേളകളിൽ പങ്കെടുക്കാനും 1 ലക്ഷം രൂപ സഹായമായി ലഭിക്കും. ആദ്യഘട്ടത്തിൽ 100 ഉൽപ്പാദകർക്ക് ഒരു FPO എന്ന തോതിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ 100ഓളം FPO ആരംഭിക്കും. ഈ വർഷം 10,000 FPOകൾക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ധനസഹായം നൽകുന്നത്. പച്ചക്കറി വികസന പദ്ധതിയിലെ ഉൽപാദന ഗ്രേഡിംഗ് ക്ലസ്റ്ററുകൾ, കുരുമുളക് കർഷക സമിതികൾ, കേരഗ്രാമം കമ്മിറ്റികൾ, തേൻ ഉൽപാദക സംഘങ്ങൾ, കശുവണ്ടി, കൊക്കോ, ഔഷധ സസ്യ പദ്ധതി, ഹോർട്ടിക്കൾച്ചർ മിഷൻ ക്ലസ്റ്ററുകൾ, ആത്മ ഗ്രൂപ്പ്, ഫ്രൂട്ട്, ഫ്ലവർ, മില്ലറ്റ് വില്ലേജുകൾ തുടങ്ങിയവയ്ക്കെല്ലാം FPOയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാം.
ഇന്ത്യൻ കമ്പനി നിയമം, സഹകരണ നിയമം, ചാരിറ്റബിൾ സൊസൈറ്റി നിയമങ്ങൾ എന്നിവ അനുസരിച്ച് FPO രജിസ്റ്റർ ചെയ്യാം. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പ് 57.7 ലക്ഷം തൈകൾ വിതരണത്തിനായി തയ്യാറാക്കി. ഇതിൽ 47 ലക്ഷം തൈകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന സൌജന്യമായി വിതരണം ചെയ്യും. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങി ജൂലൈയിലെ വനമഹോത്സവം വരെയുള്ള കാലയളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, മാധ്യമങ്ങൾ എന്നിവർക്ക് തൈകൾ സൌജന്യമായി നൽകുന്നു. മാവ്, ഞാവൽ, പുളി, അമ്പഴം, സപ്പോട്ട, മാതളം, റംബൂട്ടാൻ, മുരിങ്ങ, കണിക്കുന്ന, മണിമരുത്, പൂവരശ്, അകത്തിച്ചീര, ദന്തപാല, മുള, തേക്ക്, കന്നിവാക, മഞ്ചാടി, മന്ദാരം തുടങ്ങി 40ഓളം ഇനം തൈകളാണ് ഇക്കുറി വിതരണത്തിനായി തയ്യാർ ചെയ്തിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല തൈ വിതരണവും വൃക്ഷത്തൈ നടിയിലും ജൂൺ 5-ന് രാവിലെ 9:30-ന് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും. കോവിഡ് പാക്കേജിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ചെറുകിട കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡ് 2.5 കോടി കർഷകർക്ക് ലഭ്യമാക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് 2020-21 ബഡ്ജറ്റ് നിർദ്ദേശമനുസരിച്ച് മൃഗസംരക്ഷണ, ക്ഷീരവികസന, മത്സ്യബന്ധന മേഖലയിലെ കർഷകർക്കും ലഭ്യമാക്കും. ഇത്തരത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ രംഗത്തും ക്ഷീരവികസന മേഖലയിലും മത്സ്യബന്ധന രംഗത്തുമെല്ലാം വൻ വളർച്ചയ്ക്ക് വഴിയൊരുക്കും. കാർഷിക മേഖലയിലും കാർഷിക അനുബന്ധ മേഖലയിലും വൈവിധ്യമാർന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. COVID-19 വ്യാപനം നിമിത്തം കാർഷിക അനുബന്ധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഭീമമായ നഷ്ടം നികത്തുന്നതിന് എല്ലാത്തരം കർഷകർക്കും ഗുണകരമായ പാക്കേജുകളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കർഷകർക്ക് 4% പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. മൃഗസംരക്ഷണ രംഗത്ത് കേരളത്തിൽ സർക്കാർ തലത്തിൽ ഒട്ടേറെ ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോഴി വളർത്തൽ ഫാം, ആട് വളർത്തൽ ഫാം, ആന വളർത്തൽ കേന്ദ്രം, പശു വളർത്തൽ ഫാം എന്നിവ ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള സർക്കാർ ഫാമുകളിലൂടെ ഒരു യാത്ര, ഒരു റിപ്പോർട്ട്. കർഷകർക്ക് നല്ല ഗുണമേന്മയുള്ള ആട്ടിൻകുട്ടികളെ നൽകുന്നതിനു വേണ്ടിയാണ് ഈ സർക്കാർ ആടുവളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. തീർത്തും വൃത്തിയും വെടിപ്പോടും കൂടിയാണ് ഇവിടെയുള്ള ആടുകളെ പരിചരിക്കുന്നത്. അണുനാശിനി കലർന്ന ലായനിയിൽ കാൽ നനച്ചതിന് ശേഷമാണ് ആട്ടിൻകൂട്ടിനുള്ളിൽ പ്രവേശിക്കേണ്ടത്. പുറമേ നിന്നുള്ള സന്ദർശകർക്ക് ഷെഡിനുള്ളിലേക്ക് പ്രവേശനമില്ല. കൃത്യമായ ഇടവേളകളിൽ ഈ ഫാമിലുള്ള ആടുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. കേരളത്തിലെ പന്നി വളർത്തൽ കർഷകർക്ക് ഗുണമേന്മയുള്ള പന്നിക്കുഞ്ഞുങ്ങളെ ലഭ്യമാക്കാൻ വേണ്ടി സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ച പന്നി വളർത്തൽ കേന്ദ്രം. കൃത്യമായ ഇടവേളകളിൽ ഇവിടുത്തെ പന്നികളെ പരിശോധിക്കാൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസസിലെ വെറ്റിനറി ഡോക്ടർമാർ എത്താറുണ്ട്. ഇവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടെ ആവശ്യമായ രക്തസാമ്പിളുകളും സ്രവ സാമ്പിളുകളും ശേഖരിച്ച് പാലോടുള്ള ലാബിൽ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നു. സർക്കാർ ഫാമുകളിലൂടെ ഒരു യാത്രയുടെ പൂർണ്ണ രൂപത്തിന്റെ ഒന്നാം ഭാഗം നാളെ വൈകുന്നേരം 6:10-ന് കൃഷി ദർശനിൽ സംപ്രേക്ഷണം ചെയ്യും. പുനഃസംപ്രേക്ഷണം അടുത്ത ദിവസം രാവിലെ 4:30-നും 7 മണിക്കും 11:30-നും ഉണ്ടാകും. കമ്പോൾ അവലോകനം. സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും മഴ ലഭ്യമായത് കാർഷിക മേഖലയുടെ ആത്മവിശ്വാസം ഉയർത്തി. വരൾച്ചയുടെ ദിനങ്ങൾക്ക് അവധി നൽകി തോട്ടങ്ങളിൽ പിടിമുറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉൽപാദകർ. വരുന്ന 4 മാസങ്ങളിൽ മികച്ച കാലാവസ്ഥ ലഭ്യമായാൽ സുഗന്ധവ്യഞ്ജന ഉൽപാദനം അടുത്ത സീസണിൽ ഉയരും. കയറ്റുമതി വിപണിയിൽ പ്രിയമേറിയ കുരുമുളകിനും ഏലത്തിനും അത് നേട്ടമാകും. ആഭ്യന്തര ഡിമാൻഡിൽ കുരുമുളക് കിലോ 310 രൂപയിലാണ് ഇന്ന് ഇടപാടുകൾ തുടങ്ങിയത്. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉൽപാദന കേന്ദ്രങ്ങൾ നേരിട്ടിറങ്ങിയും ചരക്ക് സംഭരിച്ചു. അന്തരീക്ഷ താപനില കുറയുന്നത് ചുക്ക് സ്റ്റോക്കിസ്റ്റുകളിൽ ആശങ്ക ഉളവാക്കി. മഴക്കാലത്ത് ചുക്കിന് കുത്തുവീഴുമെന്നത് ഉൽപ്പന്നത്തിന്റെ വിലക്കയറ്റത്തിന് തടസ്സമാകും. ഗ്രാമീണ മേഖലകളിൽ നിന്ന് ചുക്ക് നിത്യേന വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്.
കാലവർഷം ശക്തമാകും മുമ്പേ ചരക്ക് ഉത്തരേന്ത്യയിലേക്ക് നീക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. വിവിധ ഇനം ചുക്ക് കിലോയ്ക്ക് 260 മുതൽ 275 രൂപ വരെ രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ഏതാനും ദിവസങ്ങളായി സ്റ്റഡിയാണെങ്കിലും അയൽ സംസ്ഥാനങ്ങളിലെ ചലനങ്ങൾ വിലയിരുത്തിയാൽ വെളിച്ചെണ്ണ വില ഉയരാൻ സാധ്യത കാണുന്നു. മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ എണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കും. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 14,100 രൂപ രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32, 24.4. കൊച്ചി 32, 24. ആലപ്പുഴ 31.8, 23.3. പുനലൂർ 32, 23. തിരുവനന്തപുരം കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishi tvm